ഹലോ, യൂട്യൂബ് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോഴാണ് കേട്ടോ ഇതുപോലത്തെ ഒരു വീഡിയോ എൻ്റെ കണ്ണിൽ പെടുന്നത്. അപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് എൻ്റെ 16ാമത്തെ വയസ്സിൽ ഇങ്ങനെ ആയിരുന്നു എൻ്റെ സ്റ്റിച്ചിങ് ജേർണി സ്റ്റാർട്ട് ചെയ്തത്. വീട്ടിൽ മിഷൻ ഉണ്ടെന്നുള്ള ഒരു റീസൺ കാരണം എനിക്ക് കിട്ടിയ വർക്കായിരുന്നു കേട്ടോ അത്. അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. അതായത് സ്റ്റിച്ചിങ്ങിൻ്റെ ഒന്നും തന്നെ അറിയില്ലായിരുന്നു. ടേപ്പ് ഉപയോഗിക്കാതെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത ഫസ്റ്റ് ചുരിദാറായിരുന്നു അത്. അപ്പോൾ എനിക്ക് 75 രൂപയായിരുന്നു ഈ ഒരു ചുരിദാറിന് സ്റ്റിച്ചിങ് ചാർജായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അന്നാണ് ഞാൻ ശരിക്കും മനസ്സിലായത് എനിക്ക് ഈ സ്റ്റിച്ചിങ്ങിൻ്റെ മുകളിലുള്ളൊരു ക്രേസ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് എന്നൊക്കെ പറയാം. അപ്പോൾ അന്ന് തുടങ്ങി ഞാൻ ആ ഒരു 75 രൂപ കിട്ടിയപ്പം എനിക്ക് ഫസ്റ്റ് ടൈമാണ് എൻ്റെ കയ്യിൽ ക്യാഷ് കിട്ടുന്നത്. ആ ഒരു സമയം തൊട്ടിട്ട് ഇപ്പോൾ വരെ അതിനായിട്ടുള്ള ഒരു ഓട്ടത്തിലാണ്. അതായത് അതിൻ്റെ മുകളിലുള്ള ഒരു ഇൻട്രസ്റ്റ് കാരണം എന്നെക്കൊണ്ട് പറ്റാവുന്ന അത്ര എഫേർട്ട് അതിൽ ഇട്ടിട്ടുണ്ട് ഞാൻ. അതുകൊണ്ടായിരിക്കും എനിക്ക് ഇത്രത്തോളം എത്താൻ പറ്റിയത്. അപ്പോൾ ഇനിയും എനിക്ക് അതിൽ നിന്നും ഒന്നും കൂടി ബെറ്ററായിട്ടുള്ള ലെവലിലേക്ക് എത്തണം. അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടി പറയാനുണ്ട് കേട്ടോ. എനിക്ക് ശരിക്കും എങ്ങനെയാണ് ഒരാളുടെ അടുത്ത് സംസാരിക്കാമെന്ന് പോലും അറിയാത്ത ഒരാളായിരുന്നു. അപ്പോഴായിരുന്നു ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത് ഞാൻ. അപ്പം നിങ്ങൾക്ക് എൻ്റെ ഫസ്റ്റ് വീഡിയോ ഒക്കെ കണ്ടാൽ മനസ്സിലാവും. സംസാരിക്കാൻ അറിയാതെയായിരിക്കും, അങ്ങനെ തപ്പിപ്പിടിച്ചിട്ടൊക്കെ ആയിരിക്കും സംസാരിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഈ ഒരു യൂട്യൂബ് ചാനൽ കാരണമാണ് എനിക്കിപ്പോൾ ഇത്രത്തോളം കസ്റ്റമറിനെ എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതെൻ്റെ സബ്സ്ക്രൈബർ കാരണമാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോവും നിങ്ങൾ കണ്ടിട്ട് അതിനായിട്ടുള്ള റിപ്ലൈസും ഒക്കെ എനിക്ക് ഇന്നേ വരെ നല്ല കമൻസൊക്കെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ പിന്നെയും നമുക്ക് ചെയ്യാനുള്ളൊരു ഇൻട്രസ്റ്റും പിന്നെ ഒരു ധൈര്യവും കോൺഫിഡൻറ്റും ഒക്കെ കിട്ടാൻ കാരണം എൻ്റെ സബ്സ്ക്രൈബേഴ്സാണ്. അപ്പോൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു പോയതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഷോർട്സ് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.